ജിന്നിനെ പോലെ. അവിടെ ഖുർആൻ ഉപയോഗിച്ചത് ജിന്നിനെ പോലെ അത് ഇഴയുന്നതായി കണ്ടപ്പോൾ. ഇവിടെ ഏതാ ജിന്ന്? മൂസാ നബിന്റെ വടിയിട്ടപ്പോ എന്തേ അയിഞ്ഞത്? പാമ്പായി. പാമ്പിന് ജിന്ന് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. മൂസാ നബി ഓടാൻ ശ്രമിച്ചു, കാരണം വല്ല മുതുബിള പിന്നോട്ട് ഓടാൻ ശ്രമിച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മൂസ, പിന്തിരിഞ്ഞോടരുത് മൂസ, ലാ തഖഫ്, നീ ഭയപ്പെടാൻ പാടില്ല, ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, എന്റെ അടുക്കൽ മുർസലീങ്ങൾ ഭയപ്പെടാറില്ല. അവിടെ ജിന്ന് എന്ന പ്രയോഗം ഖുർആൻ നടത്തിയിട്ടുള്ളത് പാമ്പിനാണ്. അപ്പൊ അത് ഭാഷാപ്രയോഗമാണ്. അപ്പൊ ആ ഭാഷാപ്രയോഗം ഹദീസിലുണ്ടാകും, അതുപോലെ തന്നെ ഖുർആനിൽ ഉണ്ടായിരിക്കും. ഇനി സൂറത്തു ഖസസിൽ തന്നെ കാണാം അതേ പ്രയോഗം. 30 എന്നാണ് എന്റെ ഓർമ്മ, 31-ാമത്തെ ആയത്ത്. ഇതേ ആയത്ത് ജിന്നിനെ പോലെ അത് ഇഴയാൻ തുടങ്ങിയപ്പോൾ അവിടെ ജിന്ന് എന്ന് പറഞ്ഞ പാമ്പ് എന്നതിനാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഭാഷയിൽ ഓരോ വാക്കിനും യഥാർത്ഥത്തിലുള്ള ഹഖീഖിയായിട്ടുള്ള അർത്ഥം ഉണ്ടായിരിക്കും, ആലങ്കാരികമായിട്ടുള്ള അർത്ഥം ഉണ്ടായിരിക്കും. അപ്പൊ അയിനെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ ഹഖീഖി അർത്ഥം കണ്ണ് എന്നാണ്. എന്നാൽ ചാരന് അയിന് എന്ന് ഉപയോഗിക്കും പിന്നെ ഭാഷയിൽ. അതിന്റെ കാരണം ചാരന് വളരെ പ്രധാനപ്പെട്ട വേണ്ട ഒന്നാണ് എന്ത്? കണ്ണ്. മനസ്സിലായില്ലേ? അപ്പൊ അതേ രീതിയിൽ പ്രയോഗങ്ങൾ ഭാഷയിലുണ്ട്. ഷെയ്ത്താൻ എന്ന പദത്തിന് അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ ആ അർത്ഥം ഉപയോഗിക്കേണ്ടടുത്ത് സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം, അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിക്കളയണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറഞ്ഞത് ഇന്ന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി എന്ന, അവന്റെ തരിമൂക്കിൽ ശൈത്താൻ രാപ്പാർക്കുന്നു. ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താൻ അകറ്റാൻ അള്ളാഹ് പറഞ്ഞെന്ന മാർഗം എന്താ? വെള്ളടിക്കലാണോ? എന്താ പറഞ്ഞെന്ന് പറയും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അൻസാനക ശൈത്താനിൻ നസ്റുൻ ഫസ്തഇദ് ബില്ലാഹ്. അപ്പൊ മൂക്കിൽ രാപ്പാർക്കുന്ന ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാലിന്യത്തിനാണ് പ്രവാചകൻ അവിടെ ശൈത്താൻ ഉപയോഗിച്ചത്. മാലിന്യം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം വേണം. അപ്പൊ മൂക്കിൽ കുറച്ച് വെള്ളം കയറ്റുക, എന്നിട്ട് ചീറ്റിക്കളയാ. അവിടെ നിങ്ങൾ ഉറങ്ങിയായിരുന്നു, എന്തൊക്കെ മാലിന്യമാണ് നിങ്ങളുടെ ശ്വസനത്തിലൂടെ മൂക്കിൽ വന്ന് പെട്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തേക്ക്? മൂക്കിലൊന്ന് വെള്ളം കയറ്റി ചീറ്റിക്കളഞ്ഞേക്ക്. അവിടെ ശൈത്താൻ എന്ന് പറഞ്ഞ മാലിന്യം എന്നാണ് അർത്ഥം, യഥാർത്ഥ ശൈത്താനല്ല. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, ചിലർ വിചാരിച്ചു ഇത് യഥാർത്ഥ ശൈത്താനാണ്. വേറൊരു ഹദീസില് നിങ്ങൾ കോട്ടുവായിടുമ്പോൾ വാ പൊത്തി വെക്കണം, വാ പൊത്തി വെക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ വാ പൊത്തി വെക്കുന്ന എന്തുകൊണ്ട് കാരണം വിശദീകരിച്ചത് യദ്ഖുലു ശൈത്വാനു, ശൈത്താൻ കയറും ആ സമയത്ത്. എന്താ കോട്ടുവായിടുമ്പോ എന്താ സംഭവിക്കുന്നത്? ആവിടുമ്പോ എന്താ സംഭവിക്കുന്നത്? വായു പുറത്തേക്ക് വിടുകയാണോ ചെയ്യുന്നത്, അതല്ല അകത്തേക്ക് വലിച്ചെടുക്കുകയാണോ ചെയ്യുക? എന്ന് പറയുമ്പോ പുറത്തേക്ക് വിടുകയല്ലാണ്ട് അകത്തേക്ക് വലിക്കുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വലിക്കുമ്പോ അത് ഒന്നായിട്ട് തുറന്നിട്ട് വലിച്ചവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉള്ളിലാണ് കയറും. ആ ശൈത്താനെ കുറിച്ചാണ്. അതല്ലാതെ ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താൻ ഇവിടെ വന്നു തുറന്നിട്ട് തൊള്ളയിൽ കയറും എന്നല്ല പറഞ്ഞേ. അത് വായ പൊത്തി പിടിച്ചണോ പറഞ്ഞാൽ വായാണ് മാറ്റിയിട്ടിട്ട് കയറിക്കൂടെ ശൈത്താന്? ഏതാ ശൈത്താൻ? ഇഫ്രീത്ത് എന്ന് പറഞ്ഞ ശൈത്താൻ സുലൈമാൻ അലൈഹി സ്വലാമിയോട് പറഞ്ഞ എന്താ? നിങ്ങളെ കണ്ണടച്ച് തുറക്കണം, നിങ്ങൾ അവിടുന്ന് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ എന്ത് ചെയ്യാം കൊടുന്നേരാന്ന് പറഞ്ഞ ശൈത്താന്. നമ്മൾ വായ പൊത്തി പിടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ എന്താ? മാലിന്യങ്ങൾ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂട്ടുവായിടുമ്പോ എന്ത് ചെയ്യണം? ആ പൊത്തി പിടിക്കണം. മഗ്‌രിബിന്റെ സമയത്ത് കുട്ടികളെ പുറത്തു വിടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഷൈത്താൻ വ്യാപിക്കുന്ന സമയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ഷൈത്താൻ വ്യാപിക്കുന്ന സമയമാണ്. എന്താ? മഗ്‌രിബിന്റെ സമയത്തിന്റെ പ്രത്യേകത എന്താ? കൂട്ടുന്ന് നേരത്തെ രാവിലെ പോയവരൊക്കെ അങ്ങോട്ട് വരും, കൂട്ടിക്ക് വരുന്ന സമയം. അതുവരെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവരൊക്കെ എന്ത് ചെയ്യും? ഇറങ്ങും. ക്ഷുദ്രജീവികൾ വ്യാപിക്കുന്ന സമയമാണ് അത്. നിങ്ങൾ ലൈറ്റ് ഇട്ട് നോക്കിയാൽ മഗ്‌രിബിന്റെ സമയത്ത് 1.5 മണിക്കൂർ അവിടെ ഇല്ലാത്ത പ്രാണികൾ ഉണ്ടാവില്ല. ആ 1/2 മണിക്കൂർ 1 മണിക്കൂർ ഒക്കെ പോയിട്ടുണ്ടാവും.
അപ്പൊ ക്ഷുദ്രജീവികൾ വ്യാപിക്കുന്ന സമയമാണത്. ആ സമയത്ത് കുട്ടികളെ പുറത്തു വിടരുത് എന്നാണ് പ്രവാചകൻ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അതിന് ഭാഷയിൽ ഉപയോഗിച്ച പദം എന്താണ്? ഷെയ്ത്താൻ എന്നാണ്. ഷെയ്ത്താൻ വ്യാപിക്കുന്ന സമയമാണ്. അത് ജിന്നുവർഗത്തിൽപ്പെട്ട ഷെയ്ത്താനാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. അപ്പൊ എല്ലാ ക്ഷുദ്രജീവികളും ഉണ്ടാകും. ഷെയ്ത്താൻ ചെറിയ കുട്ടികളെ മാത്രമാണോ ലക്ഷ്യം വെക്കുന്നത്? ജിന്നുവർഗത്തിൽപ്പെട്ട ഷെയ്ത്താൻ ഓന്റെ പണി എന്താ? ഇന്നമായി അസാബി സഹീർ. അവന്റെ പണി സൂറത്ത് ഫാത്തിറിലെ 6-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇന്നമായി ഹിസ്ബഹു, അവൻ അവന്റെ ആളുകളെ ക്ഷണിക്കുന്നത് ലി യകൂനു മിൻ അസാബി സഹീർ, അവർ നരകാവകാശികളാവുന്നതിനാണെന്നാ. ചെറിയ കുട്ടിയെ കൊണ്ടുപോയിട്ട് എങ്ങനെ നരകാവകാശിയാക്കുക? ബുലുവെത്തിയിട്ടില്ല, ഓന് തെക്കിലീപ്പില്ലെങ്കിൽ. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? അപ്പൊ ക്ഷുദ്രജീവികൾ ഉണ്ടാവും. അതേപോലെ വിളക്ക് അണച്ചു കിടക്കണം ഉറങ്ങുമ്പോൾ. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയൊക്കെ ഉള്ള ആ കാലഘട്ടം എടുത്തു നോക്ക്. പ്രവാചകന്റെ ആ കാലഘട്ടം. നിങ്ങൾ വിളക്ക് അണച്ച് കിടന്നുറങ്ങണം. അവിടെ ഈ ഷെയ്ത്താനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ? ക്ഷുദ്രജീവികളും വിളക്ക് തട്ടിയിടും, അത് തീപിടുത്തത്തിനൊക്കെ കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങൾ വിളക്ക് അണച്ചേ കിടക്കാൻ പാടുള്ളൂ. റസൂല പഠിച്ച പാത്രം മൂടി വെക്കണം, ഭക്ഷണപാത്രം മൂടി വെക്കണം, തോൽപാത്രം കെട്ടിവെക്കണം. എന്ന് പറഞ്ഞാൽ വെള്ളം നിറച്ചു വെച്ച തോൽപാത്രം കെട്ടിവെക്കണം. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അടച്ചു വെക്കണം. ഷെയ്ത്താൻ വരും. ഏതാണ് ആ ഷെയ്ത്താന്? ഈ ശക്തനായ ഷെയ്ത്താന് നമ്മളെ തട്ടിന്റെ ആ മൂടി എടുത്തേക്കാനാ പണി. ഓൻ വരുന്നാണെങ്കിൽ അവിടെ ക്ഷുദ്രജീവികൾ വല്ല പല്ലിയോ കാഷ്ടോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിലും വെള്ളത്തിലൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ മര്യാദ പഠിപ്പിച്ച അവിടൊക്കെ ഷെയ്ത്താൻ എന്ന ആ പദത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമല്ല, ആലങ്കാരികമായിട്ടുള്ള അർത്ഥം. ഇവിടൊക്കെ സാക്ഷാൽ ജിന്നുവർഗത്തിൽപ്പെട്ട ഷെയ്ത്താനാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് അതിനനുസരിച്ചുള്ള വ്യാഖ്യാനം നടത്തുകയും ചെയ്യുമ്പോഴാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കയറി വരുന്നത്. ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ കയറി വരുന്നത്. അതല്ലാതെ അവിടെ അത്തരത്തിലുള്ള ഒരു കഴിവും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് പരലോകത്ത് വെച്ച് ഒരധികാരവും നിങ്ങളുടെ മേൽ എനിക്കുണ്ടായിരുന്നില്ല. രോഗം ഉണ്ടാക്കാനോ തട്ടിക്കൊണ്ടുപോകാനോ പിടിച്ചുകൊണ്ടാവാനോ ഇതിനൊക്കെ ഷെയ്ത്താൻ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ആ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടുത്തെ കൊട്ടേഷൻ സംഘം ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ആര് ചെയ്യും? ഷെയ്ത്താൻ ചെയ്യും. അങ്ങനെ എനിക്ക് അധികാരേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇല്ലാതാഴ്ത്തുക്കും. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, പ്രേരിപ്പിച്ചു, ദുർബോധനം ഫസ്റ്റ് ജപ്തില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് വലാത്ത എലുമുനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട. വലുമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോ. വമാൻ തുമ്പി മുസ്രിഖിയ, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. വമാ അനബി മുസ്രിഖിക്കും, ഞാൻ നിങ്ങളെയും രക്ഷപ്പെടുത്തൂല. ഇനി കഫർത്തു, ഞാൻ തള്ളിക്കളയുന്നു, നിഷേധിക്കുന്നു. ബിമാശറത്തു മുനിമീൻ കബുല്, മുമ്പ് നിങ്ങൾ എന്നെ പങ്കു ചേർത്തിട്ടുണ്ട് റബ്ബില്. ഷെയ്ത്താന് വലിയ കഴിവുണ്ട് എന്ന് അറിഞ്ഞ് ഷെയ്ത്താനോട് ചോദിച്ചാൽ ഓ സഹായിക്കുന്നു അറിഞ്ഞ് ആ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്നോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാനത് നിഷേധിക്കാണ്. വാലിമീങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉണ്ട്. എത്ര ക്ലിയർ ആണത്. അപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഷെയ്ത്താന അല്ല ജിന്നു വർഗത്തെ അല്ല പഠിച്ചിട്ടുള്ളത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂന, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കാനാണ് അള്ളാഹ് മനുഷ്യരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ മനുഷ്യരിൽ ഷെയ്ത്താന്മാരുള്ളത് പോലെ തന്നെ ജിന്നുവർഗത്തിലും ധിക്കാരികളായ ഷെയ്ത്താന്മാരുണ്ട്. അവർ അള്ളാന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. മനുഷ്യവർഗത്തിലെ ഷെയ്ത്താന്മാർ അള്ളാന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് പോലെ മനുഷ്യവർഗത്തിലെ ഷെയ്ത്താന്മാർ നല്ല വിശ്വാസികളായ ആളുകളെ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കും. ജിന്നുവർഗത്തിൽപ്പെട്ട ഷെയ്ത്താനും എന്ത് ചെയ്യും? അതിനു വേണ്ടി ശ്രമിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് അതിന്റെ വൽഹാസിൽ, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഒരു അന്ധവിശ്വാസമായിട്ട് ഇങ്ങനെ സമൂഹത്തിൽ ഇമാതിരിയുള്ള ഹദീസുകൾ അതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അല്ലെങ്കിൽ അതിന്റെ പ്രവാചകൻ പറഞ്ഞ ആ രീതി ഇപ്പോ ആലോചിച്ച് നോക്കൂ. പിന്നെ യജിരി ഇന്ന ഷെയ്ത്താന യജിരി മിൻ ഇബ്നി ആദം മജ്റദം, സഹിഹായ ഹദീസ. അതിന്റെ നേർക്കുനേരുള്ള വാക്കർത്ഥം എന്താ? ഇന്ന ഷെയ്ത്താന, തീർച്ചയായിട്ടും ഷെയ്ത്താൻ യജിരി അവൻ സഞ്ചരിക്കും,
മനുഷ്യനിൽ സഞ്ചരിക്കും. മജ്റദ്ദമ് രക്തം സഞ്ചരിക്കുന്നിടത്ത് സഞ്ചരിക്കുന്ന. ഇന്ന ശൈത്താനെ യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദമ്. ചിലരായി അതേ രീതിയിലാണ് എടുത്തു. എന്താ ഇത് അക്ഷരാർത്ഥത്തിൽ ആ രീതിയിൽ തന്നെ. അപ്പൊ ഇന്ന ശൈത്താനെ യജ്രി മിൻ ഇബ്നി ആദം, അപ്പൊ ആദമിനിൽ മനുഷ്യനിൽ ശൈത്താൻ സഞ്ചരിക്കും. മജ്റദ്ദമ് രക്തം സഞ്ചരിക്കുന്നിടത്ത്. അപ്പൊ രക്തക്കൊഴലിലൊക്കെ എന്ത് ചെയ്യും? ശൈത്താൻ ഉള്ളിൽ കയറി സഞ്ചരിക്കും എന്നാണ് പറഞ്ഞത്. നബി എപ്പോഴാണ് അത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സുബഹി കഴിഞ്ഞു പള്ളിയിലുള്ള ഇണയോട് സംസാരിച്ചു. സഫിയ റളിയല്ലാഹു അൻഹയാണ് എന്റെ ഓർമ്മ. അപ്പൊ രണ്ട് സഹാബികൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ആളെ തിരിച്ചറിയാത്തൊരു ചെറിയ ഇരുട്ടുണ്ട്. നബി ഇവിടെ ഭാര്യയോടാണ് സംസാരിക്കുന്നത്. പക്ഷെ രണ്ട് സഹാബികൾ അപ്പുറം പോയി പോരെ നബി വിളിച്ചു വരിക. വരി എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു, ഇത് ഭാര്യ സഫിയാണ് കേട്ടോ, പോയിക്കോളിയാണ്, ഇത് ഭാര്യ സഫിയാണ്. അപ്പൊ ഇത് പ്രവാചകൻ പറഞ്ഞപ്പോൾ സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതിനെന്താ നബിയെ? അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, ഇന്ന ഷൈത്താൻ യജ്രി, അവൻ സഞ്ചരിക്കും, മിൻ ഇബ്നി ആദം, മനുഷ്യനിൽ, മജ്റദ്ദം രക്തം സഞ്ചരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? ഈ മജ്റദ്ദം എന്നുള്ളത് രക്തസഞ്ചാരം, മനുഷ്യന് ജീവനുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ്. അപ്പൊ മനുഷ്യന് ജീവനുള്ളിടത്തോളം കാലം അവനെ പഴപ്പിക്കാൻ ആര് ശ്രമിക്കും? ശൈത്താൻ ശ്രമിക്കും. നിങ്ങൾ പറഞ്ഞാണ്ട് അറിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ശൈത്താൻ ഇങ്ങനെ വസ്വാസമായിട്ട് വരും. ഇജ്ജ് കണ്ടില്ലേ? മറ്റൊന്നോട് ചോദിക്കും, അല്ല നബി വർത്താനം പറഞ്ഞല്ല, ഞാനും കണ്ടു, ഏതപ്പാ പെണ്ണ്? അവിടെ ഒരു വസ്വാസിന് കാരണമായി തീരും. ആലോചിക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ആ സഹാബി ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടന്നിക്ക മദീന വരെ. അപ്പോൾ നാട്ടിലെത്തിയപ്പോ എന്താ വന്നത് അല്ലെ? എന്തൊക്കെ പുകിലുണ്ടായത്! സഹാബികൾ പോലും അതിലെന്ത് ചെയ്തു? ഭാഗവാക്കായി. സഹാബികൾ പോലും ഭാഗവാക്കായി അതില്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കാൻ പിന്നെ ആയത്തിറങ്ങേണ്ടി വന്നില്ല. സൂറത്തുൻ നൂർ ആ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ശൈത്താന്റെ കാലടിയെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അത് നിങ്ങൾ അതേ അർത്ഥത്തിലാണ് എടുത്തു നോക്കിയാട്ടെ. ശൈത്താന്റെ കാലടിയെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല പറഞ്ഞാല് അപ്പൊ കാലടി ഇങ്ങനെ കാണുക. ഇത് ശൈത്താന്റെ കാലടിയാണ്, അത് നായിന്റെ കാലടിയാണെന്ന് പറയാൻ പറ്റും നമുക്ക്? എന്താണ്? ശൈത്താന്റെ ദുർബോധനത്തിന് നിങ്ങൾ വിധേയമാവരുതെന്നാ പറഞ്ഞത്. ശൈത്താന്റെ ദുർബോധനത്തിന് വിധേയമായതാണ് ഈ ഫിത്തനക്കൊക്കെ കാരണം. സഫ്വാനെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും കൂട്ടിക്കെട്ടി പലതും ഖദ്ഫ് പറഞ്ഞുണ്ടാക്കി. ആ ഖദ്ഫ് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട നിലപാട് ഇന്നതായിരുന്നു എന്ന് ഖുർആൻ കൃത്യമായിട്ടാണ് വിശദീകരിച്ചു. അതിന് വിരുദ്ധമായി നിങ്ങൾ ശൈത്താന്റെ ദുർബോധനത്തിന് വിധേയമാകി. ആ വിധേയമായതിന്റെ ഫലാണിത് എന്ന്. അപ്പൊ അവിടെ എന്താണ്? അവിടെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. നബി ഇന്ന് സുബൈക്കരിച്ചിട്ട് ഒരു പെണ്ണെ ഇനി വർത്താനം പറഞ്ഞിനിയോലോ, ആ രണ്ടാൾ കണ്ടിട്ട് പോലും ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് എന്ന് തന്നെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാവും. അപ്പൊ നബി ആ തെറ്റിദ്ധാരണ നീക്കിയതാ. എന്താ ഹദീസിലൂടെ പഠിപ്പിച്ചത്? തെറ്റിദ്ധാരണ ഉണ്ടാക്കണ പണിയെടുക്കരുത് എന്ന്. ബസ് കത്തിക്കുകയാണെങ്കിലും കള്ളുഷാപ്പിന്റെ മുമ്പിൽ എന്നെ നിൽക്കരുത് സ്ഥിരമായിട്ട്. നല്ല വെയിലുണ്ട്, കുടയില്ല, ഒരു തണലില്ല. അപ്പൊ അപ്പുറത്ത് കള്ളുഷാപ്പുണ്ട്, അതിന്റെ അറത്ത് ഇങ്ങനെ കയറിന്നാല് തണലിട്ടാ നിന്നതാ. പക്ഷെ ആരോ ബസ്സിലെ വണ്ടിയിൽ പോയിക്കൊണ്ട് അവിടെ കള്ളുഷാപ്പിന്റെ അറത്തൊക്കെയുണ്ട്. പണ്ട് ഓന അവിടെ ബൂണർന്നു എന്നും പറഞ്ഞേറ്റീനി. എന്താണ്? ആൾക്കാർ പറയാൻ തുടങ്ങും, ശൈത്താൻ ദുർബോധനം ഉണ്ടാക്കുക. അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാക്കണ പണി എന്ത് ചെയ്യരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കണ്ട ഉടൻ എന്ത് ചെയ്യണം? അത് തിരുത്തണം. അതാണ് സഹാബികളെ വിളിച്ചിട്ട് നബിയെ പറഞ്ഞ്, നബിക്ക് ഓരോട് ഞാൻ അഥവാ ഓല് പറഞ്ഞാൽ തന്നെ പോയടറിഞ്ഞാൽ ഓരോ കഥ കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്റെ മേൽക്കോട്ടെടുക്കാനാ വന്ന് പോയടാന്ന് നബി പറഞ്ഞ. പക്ഷെ നബി ആ തെറ്റിദ്ധാരണക്കിടയുണ്ട് എന്നതുകൊണ്ട് കൃത്യമായ ധാരണ ഉണ്ടാക്കി. ഇതിന്റെ ഭാര്യ സഫിയാണ് കേട്ടോ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശൈത്താനെ യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം എന്ന് പറഞ്ഞു. അഥവാ മനുഷ്യ ശരീരത്തിൽ ജീവനുണ്ടോ, ശൈത്താൻ ദുർബോധനയിട്ട് വരുന്നു, ഓനെ പഴപ്പിക്കാൻ നോക്കുന്നു. മരണസമയത്ത് വരെ അല്ലെ, മരണസമയത്ത് പോലും എന്ത് ചെയ്യും? ശൈത്താൻ ഇടപെടുന്ന അതാ. അപ്പൊ അത്രേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ വിശ്വാസി എന്നിട്ട് അതിനുശേഷം ഖുർആൻ പറയാം, ഒരു കെലിമത്തും ത്വയ്യിബത്തിന്റെ ഉപമ എന്താ? അത് അടിയുറച്ച മരം പോലെ, ഏത് കാറ്റിലും കോളിലും അതെന്ത് ചെയ്യൂല, കടപുഴകി വീഴൂല. അതാ അടിയുറച്ച മരം.
കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവൻ അവന് ഒരു ദുർബോധനത്തിനും അവനെ കീഴ്പ്പെടുത്താൻ എന്ത് ചെയ്യൂല, കഴിയില്ല, സാധിക്കൂല. അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരും. മാത്രമല്ല അവന്റെ വേറൊരു പ്രത്യേകത എന്താ, വടവൃക്ഷം പോലെ അവന്റെ ശാഖകളൊക്കെ പടർന്നു പന്തലിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞല്ലേ. സമൂഹത്തിൽ നന്മയുടെ ഏതൊക്കെ മേഖല ഉണ്ട് ആ മേഖലയിലൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞു. അതിന്റെ വിഭവം എല്ലാ സമയത്തും കൊടുക്കുന്നു. സീസണബിൾ അല്ല ഒരു വിശ്വാസിയുടെ പ്രവർത്തനം. റമദാൻ വരുമ്പോ റിലീഫോട് റിലീഫ്. അരിയൊന്നും കിട്ടിയ വെക്കാൻ സ്ഥലമില്ല അല്ലെ. എന്നാലോ പട്ടിണി കാലഘട്ടം വന്നപ്പോ യൂണിഫോം കൊടുക്കേണ്ട സമയം വന്നപ്പോൾ അവിടെ ഒന്നുമില്ല അല്ലെ. കുട്ടികൾ സ്കൂൾക്കൊക്കെ പോകുന്നിടത്ത സമയത്ത് യൂണിഫോം ഒക്കെ കൊടുക്കണ്ടേ. ഇപ്പൊ 2 യൂണിഫോം ഡ്രസ്സ് വാങ്ങണമെങ്കിൽ 4000-5000 റുപ്യ ആവില്ല. 2 കൂട്ടം വാങ്ങണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 കൂട്ടം വാങ്ങി വേണ്ടേ, എന്നാലല്ലേ തിരുമ്പി ചിക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കും നിങ്ങൾ, കഷ്ടപ്പെടുന്ന ഒരു കുടുംബം ഒരു 2 കുട്ടികൾ പോകാണ്ടെങ്കിൽ 2000 റുപ്യ ഉണ്ടാക്കണം. ജൂൺ ആകുമ്പോഴത്തേനും പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ കണ്ടിട്ട് വാങ്ങിക്കൊടുക്കണം. റബ്ബിയ. അത് സീസണബിൾ അല്ല, എല്ലാ കാലത്തും അത് അതിന്റെ വിഭവം കൊടുക്കും, എല്ലാവർക്കും കൊടുക്കില്ല. കല്ലെടുത്ത് എറിഞ്ഞാലും ഇങ്ങോട്ട് കൊടുക്കും. ആക്ഷേപിക്കുന്നവനും വിശ്വാസി നന്മ ചെയ്തു കൊടുക്കുള്ളൂ. അവൻ എന്ത് ചെയ്യൂല എന്നാ പറഞ്ഞത്, ആ വിശ്വാസിയിൽ നിന്ന് അവനെതിരെ പ്രതികാര നടപടി ഉണ്ടാവുകയില്ല. ഇതാണ് വിശ്വാസിയുടെ ഉപമ. എന്നിട്ട് ചീത്ത കെലിമത്തിനെ ഉപയോഗിച്ചു അല്ലെ. ആ ഭൂമിയുടെ മുകളിൽ നിന്ന് വന്ന ഉജുത്തുസത്ത് എന്നാ പറഞ്ഞത്, ഒരു നിലനിൽപ്പില്ല. ഇനി തുടർന്ന് പറയാണ് അടുത്ത ആയത്തില് എന്താണ് പറയുന്നത്, അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നു, സ്ഥൈര്യം നൽകി നിർത്തും. യുസബ്ബിത്തുല്ലാഹു, അള്ളാഹു സ്ഥൈര്യം നൽകി നിർത്തും. അല്ലദീന ആമനു, വിശ്വാസികളെ, ബിൽ ഖൗലി സാബിത്തി, ഖൗലു സാബിത്ത് കൊണ്ട്. ഏതാ ഖൗലു സാബിത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിലും വഫിൽ ആഖിറ, പരലോകത്തിലും. അപ്പൊ ഇഹലോക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ഖൗലു സാബിത്ത് കൊണ്ട് അള്ളാഹു വിശ്വാസി സമൂഹത്തെ എന്ത് ചെയ്യും? ഉറപ്പിച്ചു നിർത്തുന്നു. അവരുടെ നിലപാടുകൾ അചഞ്ചലമായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് ഉൾക്കൊണ്ടാണ്. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. ജനങ്ങളൊക്കെ പറഞ്ഞൊരു സന്ദർഭം ഉണ്ടല്ലോ, സൂറത്ത് ആലിമ്രാനിൽ വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ. ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ ഒരുമിച്ചിട്ടുണ്ട്, ഓലെ പൊടിച്ചോളിട്ടോ, പണ്ടത്തെ മാതിരിയൊന്നും അല്ല, ഓലൊക്കെ ഒന്നായിട്ട് വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ ഓലെന്താ പറഞ്ഞത്? അവരുടെ ഈമാൻ വർദ്ധിച്ചു. അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ഖാലന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ജനങ്ങൾ പറഞ്ഞു എല്ലാവരും നിങ്ങൾക്ക് എതിരാണ്. അപ്പൊ അവരുടെ ഈമാൻ വർദ്ധിച്ചു. സൂറത്ത് ആലിമ്രാനിലാണ് ആ വചനം. ഓർമ്മണ്ടോ? യുദ്ധത്തെ കുറിച്ച് പറയുന്ന ആയത്ത് നമ്പർ ഓർമ്മണ്ടോ? അപ്പൊ അവിടെ ഒരു വിശ്വാസി എന്ത് ചെയ്യൂല എന്നാ പറഞ്ഞത്? കുലുങ്ങൂലാന്ന്. എവിടെയാണ് ആയത്ത്? 173-ാമത്തെ ആയത്ത്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ജനങ്ങളൊക്കെ നിങ്ങൾക്ക് എതിരാട്ടോ. ബംഗാളും BJP കൊണ്ടുപോയി. എന്താ പേടിച്ചോളിട്ടോ? എന്ത് പേടിച്ചാൽ? ബംഗാളും BJP കൊണ്ടുപോയി, BJP കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഓനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഫഖ്ശൗഹും, ഓനെ പേടിച്ചോളി അറിഞ്ഞപ്പോ ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിച്ചു. 4 സീറ്റ് കേരളത്തിലും ഉണ്ടോലോ, 4 സീറ്റ് കേരളത്തിലും ഉണ്ടോലോ. 4 സീറ്റ് കേരളത്തിലും കിട്ടിയോ? കിട്ടിക്കോട്ടെ, ഇനിയിപ്പോ എന്താ? ആരാ അധികാരം കൊടുത്തത്? ആരാ അതൊക്കെ കൊടുക്കണോ? അള്ളാണ് കൊടുക്കണത്. വോട്ടർമാരെ മനസ്സിനെ സ്വാധീനിച്ചപ്പെടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ ആരാണ്? അള്ളാണ് കൊടുക്കുന്നത്. അള്ളാഹ് അധികാരം കൊടുക്കാൻ വിചാരിച്ചവനെ പിന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും നമ്മളോട് കഴിയൂല. മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കനുസരിച്ചുള്ള നേതാക്കന്മാരെയാണ് അള്ളാഹ് കൊടുക്കുക. അപ്പൊ ജനങ്ങൾ നന്നാവണം. അപ്പൊ ഇന്ത്യക്കാര് ഉഷാറായിട്ട് അതിനനുസരിച്ച് ഉഷാറായൊരു നേതാവിനെ കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ.
അപ്പൊ കേരളക്കാർ ഉഷാറായ അതിനനുസരിച്ച് നേതാവിനെ ഇവിടെ കിട്ടും അല്ലേ? തല്ലൂടല്ലോ ഇപ്പൊ. ഞങ്ങൾ 3 ആളും റെഡിയാണ്. ആലോചിച്ച് നോക്കിയട്ടെ, ഇങ്ങനെ ആയാലും ഇവിടുന്ന്. അപ്പൊ ഈ രീതിയിൽ അപ്പൊ അവരെ പേടിക്കണം. അന്നത് വിശ്വാസിയുടെ നിലപാടെന്ന്. അപ്പൊ സാധവും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ് വ നിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഭരമേൽപ്പിക്കാൻ അല്ലാഹ് അത്രത്തവൻ. 173 ഉറപ്പിച്ചു നിർത്തുന്നത്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് എതിരാണ്, നിങ്ങൾ പേടിച്ചോളി എന്ന് പറഞ്ഞപ്പോ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അള്ളാന്റെ കൽപ്പനക്ക് വിധേയമായി പടച്ചവന്റെ വിചാരണയെ ഭയപ്പെട്ട് പടച്ചവന്റെ താക്കീതുകളെ മുഖവിലക്കെടുത്ത് ജീവിക്കുന്ന ആളാണെങ്കിലോ എന്ത് ചെയ്യേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. ഹസ്ബുൻ അല്ലാഹു വ നിഅ്മൽ വക്കീൽ. അപ്പൊ ദുനിയാവിൽ ഉറപ്പിച്ചു വെക്കും. ഇനി മറ്റൊരു വ്യാഖ്യാന പ്രകാരം ഖബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് വിശ്വാസിയാണെങ്കിൽ അവൻ ആരാണ് അള്ളാഹു എന്നുള്ളത്, ആരാണ് നിന്റെ ദൂതൻ എന്നുള്ളിടത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ കലിമത്തു തൗഹീദിൽ അവൻ എന്ത് ചെയ്യും, ഉറച്ചു നിൽക്കുന്നു. അള്ളാഹു അതിൽ തന്നെ അവനെ ഉറപ്പിച്ചു നിർത്തും. ഖബറിൽ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ആരാണ് നിന്റെ റബ്ബ് എന്ന ചോദ്യത്തിന് ആ റബ്ബിനെ കുറിച്ചുള്ള നിന്റെ ധാരണ എന്താണ്, അവൻ ആ ഖൗലു സാബിത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അവൻ ഉറച്ചു നിൽക്കും. മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ ഉറച്ചു നിൽക്കുന്ന ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. അപ്പൊ ഖബറിലെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് ചില ഹദീസുകളിലൊക്കെ വന്നിടത്ത് ഈ ആയത്ത് കൂടി എടുത്ത് ഉദ്ധരിച്ചതായിട്ട് കാണാം. അപ്പൊ ഒരു വിശ്വാസിയാണെങ്കിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. വയുളില്ലു വാലിമീന, വാലിമീങ്ങളായിട്ടുള്ള ആളുകൾ അള്ളാഹ് പഴപ്പിച്ചു കളയും. ആരാ വാലിമ്? ഷിർക്കിൽ അകപ്പെട്ട് റബ്ബിന്റെ കൽപ്പനക്കെതിരായി ജീവിച്ച് ബിദ്അത്തുകളും കുഫറുകളും ഒക്കെയായി കഴിച്ചു കൂട്ടിയിട്ടുള്ള ആളുകളാണ് വഴികേടിലാവുക. അപ്പൊ ഓലാണ് വഴികേടിലാക്കിയതാണോ അല്ലാഹ്? അല്ല, അവര് ദുൽമ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്തു, വഴികേടിലേക്ക് എത്തിപ്പെട്ടു. അതല്ലാതെ അള്ളാഹ് ഒരാളെ കരുതി കൂട്ടിയിട്ട് വഴികേടിലാക്കിയതല്ല. അള്ളാഹ് ഒരാളോടും എന്ത് ചെയ്യുകയില്ല, അനീതി കാണിക്കുകയില്ല, ദുൽമ കാണിക്കുകയില്ല. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വമാന ബിളല്ലാമിൻ ലിൽ അബീദ്, മാന ഞാനല്ല, ബിളല്ലാമിൻ ദുൽമ ചെയ്യുന്നവനല്ല, ലിൽ അബീദ് അടിമകളോട് ഞാൻ എന്ത് ചെയ്യൂല, ദുൽമ ചെയ്യൂല. അപ്പൊ പിന്നെന്തേ പ്രശ്നം മറ്റൊന്നുമല്ല, ഓൻ അള്ളാന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ജീവിച്ചു. അങ്ങനെ അവൻ എന്ത് ചെയ്തു, വഴികേടിലേക്ക് പോയി. നേർമാർഗത്തിലൂടെ പോവണം എന്നൊക്കെ അള്ളാഹ് പ്രവാചകന്മാരെ വിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. അതൊന്നും അംഗീകരിക്കാതെ പോയാൽ നുവല്ലീഹി മാ തവല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നുവല്ലീഹി മാ തവല്ല, തെളിച്ചെടുത്ത് കൂടെ പോണില്ലെങ്കിൽ പോണിയെ വൈക്കാണ്ട് തെളിക്കുക. അതന്നെ നുവല്ലീഹി, നാം അവനെ തിരിച്ചുവിടുന്ന. മാ തവല്ല, ഓൻ തിരിഞ്ഞെടുത്തേക്കാണ് തിരിച്ചുവിടും. വലാലത്തിലേക്കാണോ തിരിഞ്ഞു പോയതെങ്കിൽ ആ വലാലത്തിലേക്ക് അള്ളാഹുവിനെ തിരിച്ചുവിടും. അതാണ് അള്ളാഹ് യുളില്ലുല്ലാഹു അൽവാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ, അള്ളാഹ് ഉദ്ദേശിച്ചത് അള്ളാഹ് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ ഈ തസ്ബീത്ത് കിട്ടണം. ഏത് സന്ദർഭത്തിലും അള്ളാഹു ആ കലിമത്തു തൗഹീദിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തണം. ആ കലിമത്തു തൗഹീദ് കൊണ്ട് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കണം. രണ്ടുണ്ട്. ഒന്ന് കലിമത്തു തൗഹീദിൽ തന്നെ ഉറച്ചിരിക്കണം, അതിന് പുറത്തം വിട്ട് പോകാൻ പാടില്ല അല്ലെ. രണ്ടാമത്തേത് എന്താ, ആ കലിമത്തു തൗഹീദിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിലൂടെ ലഭ്യമാകുന്ന തസ്ബീത്ത് ഉണ്ട്. നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ വിശ്വാസം, അതുപോലെ തന്നെ നമ്മളുടെ നിലപാടുകൾ, അതിനെന്നും ചോദ്യം ചെയ്യാനോ മറിച്ചിടാനോ ഒരാൾക്കും സാധിക്കുകയില്ല. ആ വിശ്വാസി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തസ്ബീത്തിനെ ചോദിക്കുക എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ആ തസ്ബീത്തിനെ ചോദിക്കുക, വസ്അലുല്ലാഹ തസ്ബീത എന്നാണ്. എങ്ങനെ? അതെ. അപ്പൊ ആ തസ്ബീത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞു എന്നല്ലാതെ പ്രവാചകൻ തസ്ബീത്തിന്റെ വചനങ്ങൾ എന്താണ് എന്ന് ഹദീസിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. എന്നാൽ ഈ വചനങ്ങൾ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ പിൽക്കാലത്ത് സഹാബികൾ എന്ത് ചെയ്തതാണ്,
ഉണ്ടാക്കിയതാണ്. തസ്ബീത്തിനെ ചോദിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തസ്ബീത്തിനെ ചോദിക്കാൻ അഥവാ ആ തസ്ബീത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞത് ഖബറിൽ എന്തുണ്ട്, ചോദ്യം വരും. അപ്പൊ ആ ചോദ്യത്തിന്റെ സമയത്ത് എന്ത് ചെയ്യണം, ഉറപ്പിച്ചു നിർത്താൻ, റബ്ബിന്റെ തസ്ബീത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അപ്പൊ അള്ളാന്റെ ആ തസ്ബീത്ത് കിട്ടണം. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ പറയാം, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ. ഈ പറഞ്ഞ തസ്ബീത്ത് പടച്ചോനെ നീ ഓൻ എന്ത് ചെയ്യണം, കൊടുക്കണം. പിന്നെ അതിന്റെ ബാക്കി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത്, ആ പ്രാർത്ഥനകൾ. അപ്പം അള്ളാഹിനോട് തസ്ബീത്തിനെ കൊടുക്കാൻ വേണ്ടി പറയാണ്, അള്ളാഹാണ് സ്ഥൈര്യം നൽകേണ്ടത്. അപ്പൊ നമ്മൾ പറയാണ് അള്ളാഹിനോട്, ആ സഹോദരന് നീ എന്ത് ചെയ്യണം, സ്ഥൈര്യം നൽകണമേ എന്ന്. അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് പിന്നെ അയാളോട് ഖബറാലിനോടൊന്നും നമ്മൾ ചോദിക്കല്ലോ. അപ്പൊ ഇതുപോലെ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞ ആ ഖബറിൽ കിടക്കുന്ന ആൾക്കാർ ഇത് കേൾക്കും വിചാരിച്ചിട്ടല്ല നമ്മൾ പറഞ്ഞേ. നമ്മളൊരു പ്രാർത്ഥനയാണ് പറയുന്നത്, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ, ഇതാ നിങ്ങൾക്ക് എന്തുണ്ടാവട്ടെ, അള്ളാഹിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങൾ നിങ്ങളോട് ഇൻഷാ അല്ലാഹ് ചേരുന്നതാണ്. അതുപോലെ അവിടെ പറയാ ആയിക്കോട്ടങ്ങൾ വന്നോളിയണ്ടി, നമ്മൾ ഇവിടെ കട്ടൻ ചായക്ക് ഒരിക്കച്ചുകൊണ്ട് പറയാൻ പറ്റും. ഓരോ കേൾക്കുക, അതൊരു പ്രാർത്ഥനയാണ്. ഏതുപോലെ അത്തഹിയ്യാത്തിന് നമ്മൾ അയ്യുഹൻ നബി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, പ്രവാചകരെ അല്ലെ, അള്ളാന്റെ രക്ഷയും സമാധാനവും, അസ്സലാമു അലൈക അയ്യുഹൻ നബി, രക്ഷ ഉണ്ടാകട്ടെ എന്ന്. അപ്പൊ നബി അത് കേൾക്കുന്നതാണോ? അല്ല. നബിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകരെ താങ്കളിൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞ് പ്രവാചകൻ കേൾക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് കേൾക്കും. അതുകൊണ്ടല്ലേ നമ്മൾ സലാത്ത് ചെല്ലുന്നത്, ഖബറാളികൾക്ക് സലാം പറഞ്ഞു അതുകൊണ്ട് ഓരോട് ചോദിക്കാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ്. അതേപോലെ തസ്ബീത്തിനെ നമ്മൾ റബ്ബിനോടാണ് ചോദിക്കുന്നത്, ഈ ഖബറിലുള്ള ആളുകൾക്ക്. അതെ, അത് പിന്നെ ഈ ഖബറിലെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, ആ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആ ഖബറിന്റെ അടുക്കൽ നിന്ന് പോയിട്ട് നിങ്ങളുടെ ആ കാലടിയുടെ ശബ്ദം കേൾക്കുന്ന ആ ദൂരം, കേൾക്കാത്ത ആ ദൂരം നിങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ ആര് വന്നിട്ടുണ്ടാവും, ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് മലക്കുകൾ വന്നിട്ടുണ്ടാവുന്ന. അപ്പൊ എത്ര പെട്ടെന്ന് മലക്കുകൾ അവിടെ വരും എന്നതിനുള്ള ഒരു സമയപരിധി പറഞ്ഞതാണ് റസൂലുള്ള, അല്ലെ? ഈ വന്ന് കൂക്കിയാ കേൾക്കുന്ന ദൂരത്തിനീന്റെ മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ടാവും. ഇജ്ജ് പറഞ്ഞോണ്ട് പോയി എന്നെ കൂക്കിയാ കേൾക്കുന്ന ദൂരത്തിനീന്റെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഞാനത് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ഇവിടുന്ന് കൂന്ന് പറഞ്ഞു അവിടെ കൂക്കിയാൽ എത്തുന്ന ഒരു ദൂരമുണ്ട്, ആ ദൂരത്തിനീന്റെ മുമ്പ് ഇവിടെ ഈ പണി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവുന്ന അത്രയും പെട്ടെന്ന് ഞാൻ അത് ചെയ്യുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അല്ലാതെ ഇജ്ജ് പറഞ്ഞു ഞാനവിടെ കൂക്കും, അപ്പൊ ആ കൂക്ക് കേൾക്കുമ്പോ ചിന്നത് ചെയ്യണം എന്നൊന്നല്ലല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അതേ ഉള്ളൂ, നിങ്ങളുടെ ചെരുപ്പിന്റെ ആ ശബ്ദം കേൾക്കുന്ന ആ ദൂരെത്തുമ്പോഴേക്കും, കേൾക്കാനാവുന്ന ദൂരെത്തുമ്പോഴേക്കും അവിടെ ആര് വന്നിട്ടുണ്ടാവും, മലക്കുകൾ വന്നിട്ടുണ്ടാവും എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ ചെരുപ്പിന്റെ വാറടി ഒക്കെ ഖബറിലുള്ള ആള് കേൾക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഖലീബ് കിണറില് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ കൊണ്ടുപോയിട്ടിരുന്നു. അവിടെ ചെന്നിട്ട് ഓരോരുത്തരുടെയും പേര് വിളിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ടില്ലേ എന്ന് പ്രവാചകൻ ഇത് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇബ്നു ഉമർ ഇങ്ങനെ പറഞ്ഞെടുക്കാൻ തുടങ്ങി, മരിച്ചോല് കേൾക്കും. അതിന് നബി ഖലീബ് കിണറിന്റെ അടുത്ത് പോയിട്ട് അബൂജഹലിന്റെ അതുപോലുള്ള കൊല കൊമ്പന്മാരെ പേര് വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ, ഇപ്പൊ എങ്ങനെ ഉണ്ടടാന്ന്. അപ്പൊ ഇവിടുന്ന് നബി ചോദിക്കണം എന്ത് ചെയ്യും, ഒരു കേൾക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പം ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ തിരുത്തി, വഹില ഇബ്നു ഉമർ ഇബ്നു ഉമറിന് പഴിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ച അൽ ആന യഅലമൂന മാ അഖൂലു ലഹും ഹഖ്കുൻ, അൽ ആന ഇപ്പോൾ
യഅലമൂന അവർ മനസ്സിലാക്കുന്നുണ്ട്, അന്നമ അഖൂലു ലഹും ഞാൻ അവരോട് പറഞ്ഞത് ഹഖ്ഖുൻ സത്യമാണ് എന്ന് പോലും മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആയത്തോതി ഇന്നക ലാ തുസ്മിഉൽ മൗത മരിച്ചോൽ എനിക്ക് കേൾപ്പിക്കാൻ പറ്റൂല എന്ന് അള്ളാഹ് പറഞ്ഞത് ഖുർആനില്. അപ്പം ആ മരിച്ചോല് കേട്ടിട്ടല്ല പറഞ്ഞത്. പിന്നെ റസൂലുള്ള അവിടെ പോയിട്ട് അബൂജഹലെ എന്ന് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞെന്താണ്, നിങ്ങൾക്കിപ്പം അവരിപ്പോൾ അറിയുന്നുണ്ട്, അല്ലാതെ യഅലമൂന അവരിപ്പോൾ അറിയുന്നു, അന്നമാ ഖൂലു ലഹും ഞാൻ അവരോട് പറഞ്ഞത് ഹക്കാണ് എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ ആ കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് എന്തുണ്ട്? അന്ന് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലുള്ളവരുണ്ടായിട്ട് തിരുത്താന്. ഇന്നിപ്പോ തിരുത്തിയാലും ജനങ്ങൾ എന്ത് ചെയ്യൂല, അല്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും അല്ലെ? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് പാമ്പൻ ശല്യത്തിന് ഏതോ ജാറത്തുങ്ങൾക്ക് നേർച്ചേർന്നാ മതിയെന്ന ഒരു മുസ്ലിയാർ ഇപ്പൊ എന്താ 2 ദിവസം മുമ്പ് പറഞ്ഞത്. എന്താ, എന്റെ പെങ്ങള് കൂടിയിരുന്ന് 5 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് അവള് വിളിക്കുന്നുണ്ട്, ഇവിടെ തലങ്ങും വിലങ്ങും പാമ്പാണ്, അടുക്കിറങ്ങിയാലും പാമ്പാണ് എന്ന്. ആ പാമ്പൊക്കെ ഉണ്ടില്ലേ, അത് പത്തിരിയും പിന്നെ ഇറച്ചി ഉണ്ടാക്കി കൊടുക്കാൻ നേർച്ചേർന്ന ആളാ, ഏതോ ജാറത്തിന്റെ പേര് അറിയണ്ട്. അങ്ങനെ പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് അവളെ വിളിച്ചപ്പോ പാമ്പന്നല്ലേ അപ്പൊ അങ്ങനെ പാമ്പ്. അന്നാ നേർച്ചാണ്ട് പത്തിരി ഇറച്ചി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ പത്തിരി ഇറച്ചി ഉണ്ടാക്കി കൊടുത്താൽ പാമ്പുണ്ടാവില്ല. ആലോചിച്ച് നോക്ക് നിങ്ങള്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കും, എന്നിട്ട് അത് വിശ്വസിക്കാൻ ഉള്ള ആളുകൾ. ഇപ്പൊ പത്തിരി ഇറച്ചിയും കിട്ടാൻ പറ്റിയ സമയമാണിത്, കാരണം പാമ്പ് ശല്യം ഒത്തുണ്ട്. അപ്പൊ അത് വിശ്വസിക്കണോ? മൗലവിമാർക്ക് പത്തിരി ഇറച്ചി ഉണ്ടാക്കി കൊടുത്താൽ അതൊരു കുശാലല്ലേ? ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പിന്നെ ആ പറഞ്ഞതിന്റെ ഖബറിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം അത്രയും പെട്ടെന്ന് അവിടെ മലക്കുകൾ വരും, അവനെന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. കൃത്യമായി വിശ്വാസിയാണെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? ഖൗലു സാബിത്ത് കൊണ്ട് അവനെ ഉറപ്പിച്ചു നിർത്തുന്നത്. അങ്ങനെ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്നത് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഖൗലു സാബിത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റബ്ബായിട്ട് അടുക്കണം. അപ്പോഴേ അള്ളാഹ് ഉറപ്പിച്ചു നിർത്തുള്ളൂ. റബ്ബായിട്ടുള്ള അടുപ്പാണ് എന്ത് ചെയ്യുക? ആ തസ്ബീത്ത് ലഭിക്കാൻ കാരണമായി തീരുന്നത്. അപ്പൊ ഇഹലോകത്തിലുണ്ട് ആഖിറത്തിലുണ്ട്. ഇഹലോകത്തില് പല പ്രതിസന്ധികളും വിശ്വാസികൾ നേരിടേണ്ടി വരും അല്ലെ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സൂറത്ത് ബഖറയിലെ ആയത്തില്ലേ, സ്വർഗത്തിൽ വെറുതെ കയറാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമാ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും, മുൻഗാമികൾക്ക് വന്നതുപോലെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നിങ്ങളെയും ബാധിച്ചിട്ടല്ലാതെ. മസത്തുഹുമുൽ ബഅ്സാഉ വല്ലറാ, അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടു. വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു, പ്രവാചകനും കൂടെയുള്ളവരും ചോദിച്ചു മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് ഞാൻ അള്ളാഹ് സഹായിക്കാൻ? അത്രമാത്രം അവർ ഉറപ്പിക്കപ്പെട്ടു. മുസ്ലിം സമൂഹം വാസ്കോഡഗാമ വലിയ പിന്നെ ഇന്ത്യ കണ്ടുപിടിച്ച ആളാ, കേരളം കണ്ടുപിടിച്ച ആളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വാസ്കോഡഗാമ മുസ്ലിങ്ങളോട് ചെയ്ത ക്രൂരത എത്രയാണ്? ചുട്ടുകൊന്നിട്ടുണ്ട്. വാസ്കോഡഗാമ കേരളത്തിൽ മുസ്ലിങ്ങളെ ചുട്ടുകൊന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ സഞ്ചരിച്ച ബോട്ട് കടലിൽ മുക്കിക്കളഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ ക്രൂരതൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ചുകാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മുസ്ലിങ്ങൾക്കെതിരിലായിരുന്നു. അവിടൊക്കെ മുസ്ലിങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ ഉണ്ടായിക്കൂടായി ഒന്നുമില്ല. അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദിൽ അടി ഉറച്ചു നിന്നാലേ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമെന്നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെല്ലാം പൂർണ്ണമായി ശിഫാക്കി കൊടുക്കണമെന്നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമെന്നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഖൈറും ബർക്കത്തും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.